ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് യമഹയുടെ പുതിയ XSR 155 ആണ്. സാധാരണ നമ്മൾ ടൂ വീലേഴ്സിന്റെ വീഡിയോ ചെയ്യാറില്ല. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഈ വാഹനം വാങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിരുന്നു, അല്ലെ കുറച്ച് ദൂരം ഓടിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒരു ബൈക്ക് റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നത്. കാരണം ഡെയിലി യൂസിന് പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 60 കിലോമീറ്റർ ആവറേജ് മൈലേജ്, കമ്പനി 60 പറയുന്നുണ്ടെങ്കിലും ഫ്രണ്ടിന് ഇപ്പോൾ പുതിയ വണ്ടിയാണ്, ഫസ്റ്റ് സർവീസിന് മുമ്പേ ഏകദേശം ഒരു 50+ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഒരു 2 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്, എത്രയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഏതെല്ലാം കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. യമഹയുടെ നിയോ റെട്രോ സ്റ്റൈലിംഗ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ XSR 155. ഒരു റെട്രോ സ്റ്റൈൽ പ്ലസ് ഒരു മോഡേൺ ടച്ചുള്ള വാഹനം എന്ന് പറയാം. ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിനും അതല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിംഗ് എന്ന് വേണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ സ്റ്റൈലിങ്ങിനെ പറയാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കണ്ടിൽപ്പെടുക ഈ വലിയ റൗണ്ടഡ് ഹെഡ്ലൈറ്റുകൾ തന്നെയാണ്. അതിനകത്ത് XSR എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ടോപ്പിലായിട്ട് DRL പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് വിജയഗിരി ഓട്ടോ ഏജൻസീസ് ആലുവയാണ്. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്, അതും ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹസാർഡിൻ്റെ ഓപ്ഷനും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിലെ എല്ലാ ലൈറ്റുകളും ഫുൾ LED ആയിട്ടാണ് വരുന്നത്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫെൻഡേഴ്സ് കാണാം. ഫ്രണ്ടിലെ ഫെൻഡേഴ്സ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ വാഹനം ശരിക്കും ഒരു ഡുവൽ ടോൺ ആണ്. നമുക്ക് മെറ്റാലിക് ഗ്രേ പ്ലസ് ബ്ലാക്ക് ആ കോമ്പിനേഷനാണ് വരുന്നത്. ഈ വാഹനം ശരിക്കും 4 കളറാണ് വരുന്നത്. മെറ്റാലിക് ഗ്രേ, മെറ്റാലിക് ബ്ലൂ പ്ലസ് വിവിഡ് റെഡ് എന്ന് പറഞ്ഞ റെഡ് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഗ്രീൻ കളറും അവൈലബിൾ ആണ്. ഇതിനകത്ത് ബ്ലൂ കളറിൽ മാത്രമാണ് നമുക്ക് ഈ ഫോർക്കുകൾ ഗോൾഡൻ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ വേരിയൻറ്റിലും ഫോർക്കുകൾ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്. അതൊരു 33 mm അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ടയറുകൾ എന്ന് പറയാം. 180/17 ആണ് ഫ്രണ്ടിലെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓയിൽ കൂൾഡിൻ്റെ ആ ഒരു പോർഷൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ MT-യിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ സെറ്റപ്പ് തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. താഴെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ എഞ്ചിൻ ഗാർഡ് പോലെ തോന്നിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെയും കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി പറയുന്നത്. വേറൊരു അപ്ഡേറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ലോഡ് കയറി കഴിഞ്ഞാൽ, ആൾ കയറി കഴിഞ്ഞാൽ 120 mm ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നും യമഹ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ യമഹയുടെ ബാഡ്ജിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻ ശരിക്കും ഒരു റെട്രോ സ്റ്റൈൽ മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ ഒരു പോർഷൻസിൽ മാത്രമാണ് ആ ഒരു ടാങ്കിൽ കളർ വരുന്നത്. അവൻ യമഹയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. XSR എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ഈ പോർഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷൻസിലെല്ലാം ഒരു നമ്മുടെ സിൽവർ ഫിനിഷിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള എക്സോസ്റ്റുകൾ കാണാം. ബാക്കിലേക്കുള്ള ഫുഡ് റെസ്റ്റും ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. XSRൻ്റെ ഒരു എംബ്ലം എന്നുള്ള രീതിയിൽ ഒരു 3 ഡോട്ട്സ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. വേറെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനായിട്ട് ഈ വശങ്ങളിൽ വരുന്നില്ല. നമ്മുടെ എക്സോസ്റ്റിൻ്റെ എൻഡ് പോർഷനിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്ക് വരുന്നുണ്ട്. ബാക്കിലെ ടയർ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് വരുന്നത് 140/70 ആണ് ടയർ സൈസ് വരുന്നത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും 70 ഇഞ്ച് വീൽസ് ആണ്. പക്ഷേ ബാക്കിലേക്ക് വന്ന ടയർ പ്രൊഫൈൽ 140 സെഷനാണ്. അത് അത്യാവശ്യം ബാക്കിൽ നോക്കുമ്പോൾ ഒരു ലുക്ക് തരാനായിട്ട് അത്ര വലിപ്പമുള്ള ടയറുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ടെയിൽ ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഇത് LED ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അകത്തെ പോർഷൻ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ യമഹയുടെ ഒരു ബാഡ്ജിങ് വരുന്നത് ആ സീറ്റിൽ മാത്രമാണ്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ, അതായത് റൈഡ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കുറച്ച് എപ്പോഴും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുക. പില്ലിനുകൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള സീറ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു സിംഗിൾ റൈഡിന് നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അത്യാവശ്യം സോഫ്റ്റ് സീറ്റുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് വാഹനം പിടിച്ച് നിവർത്താനൊക്കെ ആയിട്ട് ഇവിടെ ഗ്രാബ് ഹാൻഡിലോ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് സീറ്റിൽ തന്നെ ഒരു റബ്ബർ കൊടുത്തിരിക്കുന്നു. ഈ വാഹനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 130 kg മാത്രമാണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഇവിടെ സാരി ഗാർഡ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് വേറെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വശത്ത് ഈ ഒരു സിംഗിൾ ഫുഡ് റെസ്റ്റ് മാത്രമാണ് വരുന്നത്. നമ്മൾ ആ വശത്ത് കണ്ട രീതിയിൽ തന്നെ യമഹ എന്നൊരു ബാഡ്ജിങ്ങും XSRൻ്റെ ബാഡ്ജിങ്ങും മാത്രം കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൽ നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ലിപ്പർ കച്ചോട് കൂടിയിട്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ്
വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക് വേറെ എടുത്തു പറയത്തക്കതൊന്നും തന്നെ വരുന്നില്ല. ഇനി നമ്മുടെ ഹാൻഡിൽ ബാർസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഹാൻഡിൽ ബാറുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ MT കമ്പയർ ചെയ്യുമ്പോൾ MTയുടെ ഹാൻഡിൽ ബാർസ് കുറച്ചുകൂടി താഴെ ഇരിക്കുന്ന പൊസിഷനാണ്. നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫ്ലാറ്റ് ഫുട്ടാണ്, നമുക്ക് സുഖമായിട്ട് ഒരു നിവർന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ബാർസ് വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള വലിപ്പമുള്ള ഹാൻഡിൽ ബാർസ് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ഇഗ്നിഷൻ കാര്യങ്ങൾ ടാങ്കിനോട് ചേർന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് വരുന്നത്. 10 ലിറ്റേഴ്സ് പലരും ചെറിയ ടാങ്കാണെന്ന് വിചാരിക്കും, പക്ഷേ ഈ വാഹനത്തിന് ഒരു ഫുൾ ടാങ്കിൽ ഒരു 450 to 550 റേഞ്ച് എന്താണെങ്കിലും നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അത്തരം മൈലേജ് തരുന്നുണ്ട്. മറ്റു പല വാഹനങ്ങളിലും 12 അല്ലെങ്കിൽ 15 ലിറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന റേഞ്ച് അതിന് ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരിക്കും. നമുക്കിവിടെ മിറേഴ്സ് യമഹയുടെ സാധാരണ കാണുന്ന നോർമൽ ബ്ലാക്ക് മിറേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ നമുക്ക് ആ ഒരു എല്ലാ യമഹയിലും കാണുന്ന ആ ഒരു സിൽവർ ഫിനിഷ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ പാസിൻ്റെ ബട്ടൺ കാണാം, ഹോണ്, അതിന് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ വശത്തേക്ക് വന്ന് നമുക്കിവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, താഴെ ഹസാർഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു LED മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റി അല്പം കുറവാണെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫുൾ ലൈറ്റിൽ ഉച്ചയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തോരം കാണാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് തന്നെയാണ്. അതിന് വശത്തായിട്ട് നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ABSൻ്റെ വാണിംഗ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ പാസ് അതിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഈ വശത്തായിട്ട് അത് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 വശങ്ങളിലായിട്ടാണ് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 2 ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. നടുക്ക് സ്പീഡോമീറ്റർ, അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് RPM മീറ്ററും കാണാം. നമുക്കൊന്ന് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് RPM മീറ്റർ കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു വിസിബിലിറ്റി എന്തോരം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത്രയും വിസിബിളായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. XSR 155ൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്ലിപ്പർ ക്ലച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, ഡ്യുവൽ ചാനൽ ABSും വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമ്മുടെ R15ലും MT15ലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറൻറ്റ് ട്യൂണിംഗ് ആണെന്ന് കമ്പനി പറയുന്നു, പക്ഷേ രണ്ടും ഓടിക്കുന്ന അതൊരു ഫീൽ തന്നെയാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഇതിൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാൻ രസമുള്ള ഒരു വാഹനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ പവർ ഫിഗർ നോക്കുകയാണെങ്കിൽ 18 HP ആണ് പവർ, 14 Nm ടോർക്കുമാണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 60 kmph, പക്ഷേ റിയൽ ലൈഫിൽ നമുക്കൊരു 50-55 എന്താണെങ്കിലും ലഭിക്കുമെന്ന് വിചാരിക്കാം. നല്ല ഹൈവേയിൽ നല്ല രീതിയിലൊക്കെ ലോങ് റൈഡ് പോകുന്ന സമയത്ത് 60 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഈ വാഹനത്തിന് ഒരു ഫുൾ ടാങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തായാലും നമുക്കൊരു ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ ഒരു 550 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ട് കൊടുത്തിരുന്നത് എക്സ്ഷോറൂം പ്രൈസ് 1.5 ലക്ഷം രൂപയിൽ 1 രൂപ കുറവ്, 1,49,999 എങ്ങാണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ പ്രൈസ് വന്നിരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ നിയർ ബൈ 1.9 lakhs ആണ് വരുന്നത്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ 4 കളർ വരുന്നുണ്ട്. കളേഴ്സിനനുസരിച്ച് പ്രൈസിൽ മാറ്റമൊന്നും വരുന്നില്ല. നമ്മുടെ ബ്ലൂ ആൻഡ് നമ്മളുടെ ഗോൾഡൻ ഫോക്ക് വരുന്ന വാഹനമാണ് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ വാഹനം എടുക്കണോ വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ടിന് ഒരു വാഹനം നോക്കുന്നുണ്ട്, 2 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റാണ്, നല്ല മൈലേജ് ഉള്ളൊരു വാഹനം, എന്നാൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ, അത് ബൈക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് XSR 155. ഇപ്പോൾ MT ഒക്കെ വന്ന സമയത്ത് പലരും കൺസേൺ ആയിരുന്നു, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ബൈക്കാണ്, യങ്സ്റ്റേഴ്സിന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ, കുനിഞ്ഞിരുന്നാണ് ഓടിക്കുന്നത് എന്നൊക്കെ പല കൺസേണുകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നിവർന്നിരുന്ന് ഫ്ലാറ്റ് ഫുട്ടായിട്ട് നമുക്ക് ഡെയിലി യൂസിന് സിറ്റിയിലും ഹൈവേയിലൊക്കെ ഒരേപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. സിറ്റി യൂസിനായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് വരിക. ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾ ഡ്രൈവൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലും നല്ല വാഹനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഡെയിലി യൂസിന് ദിസ് ഈസ് ദ ബെസ്റ്റ്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിജയ് മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. ആലുവയിലുള്ള ഷോറൂമാണ്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. യമഹയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.